എന്ത് ചിന്തിച്ചാലും നമുക്കത് നടക്കുമോ, അല്ലെങ്കിൽ ഇതുവഴി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നമുക്ക് ഒരു കാര്യം ആഗ്രഹിച്ച് അത് നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പം നമ്മൾ ഈ ഒരു സംഗതി കുറച്ച് പേരിപ്പം ഭയങ്കരമായിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ കാണുന്നൊരു കാര്യമാണ്. കുറച്ച് പേരിങ്ങനെ എഴുതുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്പേഴ്സ് വെച്ച് ചെയ്യുന്ന ഒരു രീതി വരുന്നുണ്ട്. അപ്പം ഇത് പണ്ട് തൊട്ടേ നമുക്ക് ഉണ്ടായിരുന്നൊരു സാധനമാണെന്നുള്ളത് ഇപ്പോൾ കുറച്ച് പേർക്ക് അറിയത്തില്ല. അപ്പം ഇതിനെ പറ്റിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് എൻ്റെ ലൈഫിൽ എങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ളതെന്നുള്ളതാണ് കൂടിയാണ് ഞാൻ നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ആദ്യമായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഒരു കാര്യം ഭയങ്കര ആഗ്രഹമുള്ളൊരു കാര്യം നടക്കുന്നില്ല. കുറേ നാളായിട്ട് നടക്കാതെ ഇങ്ങനെ തട്ടി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു രീതി. അപ്പം നമ്മൾ അങ്ങനെ പറയത്തില്ലേ, നമുക്കതൊരു ടൈം ആകുമ്പം നമുക്ക് ആ ഒരു യൂണിവേഴ്സ് തന്നെ നമുക്കത്, പ്രപഞ്ചം തന്നെ നമുക്ക് ആ കൈ കൊണ്ട് തരുമെന്നുള്ളത്. പിന്നെ ചിലർ പറയുന്നത് പോലെ പൂർണ്ണമായിട്ട് നമ്മൾ വിശ്വസിക്കുക നടന്നു എന്ന്, അല്ലേ? ഞാൻ കണ്ട ഒരു കാര്യമാണ്, ആ കാര്യം നടന്നു എന്ന് പറയുമ്പോൾ ക്രിയേറ്റ് ചെയ്യുക. അത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇത് നടന്നു കഴിഞ്ഞെന്നുള്ള രീതിയിലാകുമ്പോൾ അത് അടുത്ത അട്രാക്ട് ചെയ്യാം. പക്ഷെ നമ്മൾ അത്രയും വിശ്വാസം നടക്കുന്നുണ്ട്. ഇതിൽ നടക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ താൻ പാതി ദൈവം പാതി എന്നുള്ളൊരു പ്രോസസ്സാണ് സത്യം നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാവും. നമ്മൾ ഏതൊരു കാര്യം എടുത്ത് വെച്ച് നോക്കിയാലും, എന്ത് പറയാനായിട്ട്, നമ്മൾ ഇതിഹാസങ്ങൾ എടുത്ത് വെച്ച് നോക്കിയാലും അതിലെല്ലാം നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും കുറേ കാര്യങ്ങൾ. ഇപ്പം ഒന്നും വേണ്ട, ഭഗവാൻ കൃഷ്ണന് രുക്മിണിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭഗവാൻ കൃഷ്ണൻ രുക്മിണിക്ക് ഇഷ്ടമാണ്. രുക്മിണി എന്ത് ചെയ്യാണ്, ഭഗവാനെ കണ്ടിട്ടില്ല. അപ്പോൾ രുക്മിണി എന്ത് ചെയ്യാണ്, വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രുക്മിണി ഇങ്ങനെ പറയുന്നുണ്ട്, പടമൊക്കെ വരച്ചിട്ട്, കൃഷ്ണൻ ഇങ്ങനെ ഇരിക്കും, കൃഷ്ണൻ ഭംഗിയതാണ്, കൃഷ്ണൻ ഒരിക്കൽ വരും, എന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുപോകും എന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കുന്ന ഒരു മെത്തേഡ് നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ പറയും കാത്തിരിക്കുന്ന നല്ല കാര്യമാണ്, അത്രയും വിശ്വാസത്തോടെ കാത്തിരിക്കുന്നത് നമുക്കത് കിട്ടും എന്നുള്ള കാര്യമുണ്ട്. പക്ഷേ കുറേ പേര് കിട്ടാതെ പോകുന്നു, അടുത്തൊരു പകുതിക്ക് വെച്ച് ഡ്രോപ്പ് ചെയ്ത് പോകുമ്പോഴത്തേക്കില്ല. പക്ഷേ ഒരു രുക്മിണി എന്തുകൊണ്ട് ഭഗവാനെയാണ് കാത്തിരിക്കുന്നത്? ഭഗവാൻ പറഞ്ഞ ആൾ വരുന്നത് എങ്ങനെയാണ് ഇത്രയും ഇതായിട്ട് കാത്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം സ്ഥിരമായിട്ട് അതിലത് വിശ്വസിച്ച്, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ ഫുൾ എല്ലാ മനസ്സും കാര്യങ്ങളെല്ലാം അതിലാണ് പുള്ളിക്കാരി അർപ്പിച്ച് വെച്ചിരിക്കുന്നത്. പക്ഷെ അതുപോലെ തന്നെ സംഭവിച്ചു. ഭഗവാൻ വരുന്നു, കൃഷ്ണൻ വരുന്നു, കൊണ്ടുപോകുന്നുണ്ട്, വിവാഹം കഴിക്കുന്നുണ്ട്, ആ ഒരു സാധനം നടന്നിരിക്കുന്നു. ഇതുപോലെ തന്നെയാണ് നമുക്ക് മഹാഭാരതത്തിലോട്ട് വരുമ്പോൾ ഒരു കാര്യം കാണാൻ പറ്റും. പാഞ്ചാലിയെ എല്ലാവരും ഇതേപോലെ അപമാനിക്കുന്നുണ്ട്. ആ സമയത്ത് ഇത് ചെയ്യുന്നുണ്ട്, ഭഗവാനെ വിളിക്കുന്നുണ്ട്. പാഞ്ചാലിയുടെ വിശ്വാസമുള്ളതാണ്. പാഞ്ചാലി എന്ത് ചെയ്യാണ്, എന്നെ കൃഷ്ണൻ രക്ഷിക്കാൻ വരും എന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ പാഞ്ചാലിയുടെ ആ ലാസ്റ്റ് ടൈമിൽ പോലും വരുന്നില്ല. വരാത്ത ഭഗവാൻ എന്ത് ചെയ്യുന്നു, വരികയാണ്, വന്ന് പാഞ്ചാലിയെ രക്ഷിക്കുന്നുണ്ട്, സാരി കൊടുത്ത് അവർ ഇത്രയും പേരെ ഇതാക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ ഇതിഹാസങ്ങൾ എടുത്ത് വെച്ച് ചരിത്രങ്ങൾ നോക്കി വന്ന ഈ ഗജേന്ദ്രമോക്ഷം എന്ന് പറഞ്ഞൊരു സ്റ്റോറിയുണ്ട്. ഇതേപോലെ നമ്മൾ ഇത്രയും ഞങ്ങൾ പറഞ്ഞിട്ട് ബാക്കി പറഞ്ഞു. ഗജേന്ദ്രമോക്ഷം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എനിക്കറിയാമെന്ന് വെച്ചാൽ ഒരു ആനയാണ്. ആന ഇതേപോലെ ഒരു മുതല പിടിച്ചിട്ട് ഒരു ഹോപ്പും ഇല്ലാതെ നിന്നിട്ട് ആന എന്ത് ചെയ്യണം, ആ കുളത്തിലുള്ള ഓരോ താമര പൊട്ടിച്ച് ഭഗവാന് വേണ്ടി അർപ്പിക്കുന്ന ഒരു സീനാണ് നടക്കുന്നത്. എത്രയും നാളെ ഇങ്ങനെ കൊടുക്കുന്നതെന്ന് പറയുന്നത്, ഭഗവാൻ വരുന്നില്ല ഇങ്ങനെ ഇരിക്കണം. പക്ഷെ ആനയ്ക്ക് അവിടെ ഉണ്ടാകുന്ന ആ ഒരു വിശ്വാസമാണ് നടക്കുന്നത്. എന്താണ്, അത് നടക്കും, ഭഗവാൻ വരെ രക്ഷിക്കും, ഈ ഒരു മുതലയുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് പോകും എന്നുള്ളത് അതുപോലെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ നമ്മളിലേക്ക് ഇതൊക്കെ ദൈവങ്ങളല്ല, മനുഷ്യകാര്യത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നുള്ളൂ. ബൈബിളിൽ എടുത്ത് വെച്ച് നോക്കിയാലും ഇതേപോലെ ഓരോരോ കാര്യങ്ങളുണ്ട്. ബൈബിളിൽ എടുത്ത് വെച്ചാൽ ജോസഫിനെ പൊട്ടക്കുഴയത്തിൽ കളയുന്ന ഒരു സീൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. പുള്ളിക്കാരൻ്റെ എല്ലാ ഹോപ്പോടെ നശിക്കുന്നു, കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഏറ്റവും മോശാവസ്ഥയില്ല, പുള്ളിക്കാരൻ്റെ ഒന്നുമില്ല, കൂടെ ഉണ്ടായിരുന്ന ബ്രദറെല്ലാം ചതിച്ചെടുക്കുന്നുണ്ട്. സീറോയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ജോസഫ് എന്നതാണ്. പക്ഷേ ജോസഫിനെ ദൈവം കൊണ്ടുപോകുന്ന ഒരു രീതിയുണ്ട്. കൊട്ടാരത്തിലാണ്, ഫർഫോടെ കൊട്ടാരത്തിലെ ഒരാളായിട്ട് അത്രയും വലിയ ടോപ്പ് ലെവലിലൂടെയാണ് പോകുന്നത് ജോസഫ് എപ്പോഴും പറഞ്ഞൊരു കാര്യം വെച്ചാൽ, കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊരു ബൈബിളിലെ ഒരു വചനമാണ്. അത് വിശ്വസിച്ചുകൊണ്ടാണ്. എന്താണ്, പുള്ളിക്കാരൻ്റെ വിശ്വാസം അത് നടക്കും. ഇത് ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചരിത്ര കാര്യങ്ങളിലോട്ട് പോകുമ്പോഴത്തേക്കും വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ സെയിം മെത്തേഡാണ് നമ്മളിലും വരുന്നത്. നമുക്ക് എന്ത് ചെയ്യണം, ഇത്ര പോലും വിശ്വാസം വരുന്നില്ല ചില കാര്യങ്ങൾ. ചിലവരെന്ത് ചെയ്യുന്നു, കാണാത്ത ദൈവത്തിനെ ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്തിട്ട് നടക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി പവർ കൂടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ആരും കണ്ടില്ല ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായിട്ടുണ്ട്, നമ്മളൊക്കെ കാര്യങ്ങളും എല്ലാം പറയുന്ന കാര്യങ്ങൾ വിശ്വസിച്ചാണ് ഇരിക്കുന്നത്. അപ്പം നമുക്കറിയാം എങ്ങനെ ഒരു സംഗതി ഉണ്ടായിട്ട് പ്രപഞ്ചം, അല്ലെങ്കിൽ ഈ ഒരു കാറ്റ്, ഈ ഒരു സൂര്യൻ, ഇതൊക്കെ വരുന്നുണ്ട്, പോകുന്നുണ്ടെല്ലാം. പക്ഷേ ഇതിനൊക്കെ മുകളിൽ ഒരാളുണ്ട്, നമ്മൾ വിശ്വസിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും വിശ്വസിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെയിനായിട്ട്
നമ്മൾ ഒരു കാര്യം ചിന്തിക്കുന്നു, നമ്മുടെ ചിന്തക്ക് പോലും ഭയങ്കര പവർ ഉണ്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ നെഗറ്റീവാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, നമുക്ക് നെഗറ്റീവ് മാത്രമേ നമ്മൾ അട്രാക്റ്റ് ആകത്തുള്ളൂ. ഇപ്പോൾ ഞാൻ പറയുന്നത് എനിക്ക് എവിടെ പോയാൽ വഴക്ക് കിട്ടും, അല്ലെങ്കിൽ അതെനിക്കൊരു വലിയ പ്രശ്നമായി മാറും. അപ്പോൾ എന്ത് ചെയ്ത് ആ കാര്യം അവിടെ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യണം, പോസിറ്റീവ് എടുത്ത് എനിക്കവിടെ ഒരു പ്രശ്നം വരത്തില്ല, എന്നെ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്കത് നല്ലതേ വരത്തുള്ളൂ. ഞാൻ എന്തിനാണ് മോശമായിട്ട് ചിന്തിക്കുന്നത്? അപ്പം നമ്മൾ മോശമായിട്ട് എന്ത് ചിന്തിക്കുന്നുവോ അത് മാത്രമേ നമ്മളിലോട്ട് വരത്തുള്ളൂ. അപ്പം നമ്മൾ ഇതിലോട്ട് വരുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ പോസിറ്റീവ് മാത്രം വിചാരിച്ചാണ് പോകും. എനിക്കത് കിട്ടും, എനിക്ക് ജോലി കിട്ടും 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 എന്ന് വിചാരിച്ച് പോകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും കിട്ടും. മനസ്സിലായി? അപ്പം ചിലർ പറയും പൂർണ്ണചന്ദ്രനുള്ള ദിവസങ്ങൾ നോർത്ത് ഇന്ത്യൻസൊക്കെ ഉള്ളവർ വിശ്വസിക്കുന്നുണ്ട്, അവർ ഇതേപോലെ ചന്ദ്രനെ നോക്കി ഇങ്ങനെ പ്രാർത്ഥന നടക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ വെച്ചാൽ അതിനൊരു പവറാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി? ചിലർ കറുത്ത ദിവസത്തിൽ അങ്ങനെ ചില ദിവസങ്ങളിലേക്കും ഭയങ്കരമായിട്ട് പ്രത്യേകത വരുന്നുണ്ട്. അപ്പം നമുക്ക് ഒരു കാര്യം നടക്കണം എങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യണം എന്നുള്ളത് ഫസ്റ്റ് തന്നെ കാര്യം വെച്ചാൽ നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കണം, എങ്കിൽ മാത്രമേ ഒരു കാര്യം നടക്കത്തുള്ളൂ. വിശ്വസിച്ചിട്ടും ആ കാര്യം ഇവിടെ നടന്നില്ല, എന്തുകൊണ്ടായിരിക്കും? അപ്പം നമ്മൾ എപ്പോഴും വിചാരിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഇത്രയും വിശ്വസിച്ച് ഈ വീഡിയോസിലൊക്കെ പറയുന്നുണ്ട്, എല്ലാവരും പറഞ്ഞു ഒരു കാര്യം വിശ്വസിച്ച് നടക്കുന്നു. ഇപ്പം ഒന്നും വേണ്ട, ഇപ്പം എനിക്കൊരു ആളെ ഇഷ്ടമാണ്, ആ ആളെ എനിക്ക് കിട്ടണം, ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു എൻ്റെ കല്യാണം നടക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ആ കല്യാണം നടന്നില്ല. അപ്പോൾ ഞാൻ അത്രയും വിശ്വസിച്ചു, എനിക്ക് വന്നത് അത്രയും തടസ്സങ്ങളായിരുന്നു, പ്രശ്നങ്ങളായിരുന്നു, എല്ലാം പ്രശ്നം, അത് കല്യാണം നടക്കാൻ പറ്റിയില്ല എന്ന് വിചാരിച്ചാൽ നമ്മളെന്ത് ചെയ്യും, നമ്മൾ നാളത്തെ ദൈവം തന്നെ ഇഷ്ടപ്പെടാതിരിക്കും. വേണ്ട കൊള്ളത്തില്ല, അത് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് വെറുത്ത് പോയി കുറച്ച് നാൾ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ വിചാരിക്കണം, നമ്മൾ കാണുന്ന പോലെയല്ല ദൈവം കാണുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ എപ്പോഴും നമ്മുടെ ബാഹ്യമായി നമ്മൾ പുറത്തുള്ള രീതിയിൽ നമ്മൾ ഒരാളെ എപ്പോഴും കാണുള്ളൂ. അവരുടെ അഹം എന്തെന്നുള്ളത് നമുക്കറിയത്തില്ല. ഉള്ള പറയും ചക്കയാണെങ്കിൽ ചൂന്ന് നോക്കാം, മനുഷ്യരാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അനുഭവിച്ച് അവരുടെ ലൈഫിലോട്ട് ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് ഒരാളുടെ ക്യാരക്ടർ എന്ന് അറിയാൻ പറ്റുന്നുള്ളൂ. നമ്മൾ ഇപ്പോൾ കാണുന്ന ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ക്യാരക്ടർ ആയിരിക്കത്തില്ല. എപ്പോഴും നമ്മൾ പോലും ഒരാളെ പുറത്ത് കാണുമ്പോൾ അയ്യോ സുഖമായിട്ടിരിക്കുന്ന ആൻറ്റിക്ക് സുഖം തന്നെയാണ് ഇങ്ങനെയൊക്കെ നമ്മൾ പറയും. വീട്ടിൽ വരുമ്പോൾ നമ്മളെ ക്യാരക്ടർ നമുക്ക് തന്നെ അറിയാം, നമുക്കുള്ളിൽ വേറൊരു ക്യാരക്ടറുണ്ട്. അതേപോലെ തന്നെയാണ് എല്ലാവരും. അപ്പം നമുക്കൊരു സാധനം നടന്നിട്ടില്ല, അപ്പോൾ നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം അത് എൻ്റെ ലൈഫിലോട്ട് വന്നു കഴിഞ്ഞാൽ അത് കാരണം എന്ത് ചെയ്യും, എനിക്ക് കുറേ മോശം കാര്യം അപ്പോൾ എന്തൊന്നും നടക്കൂരുന്നു, അത് ദൈവത്തിനറിയാം. അതുകൊണ്ടായിരിക്കും ദൈവം എന്ത് ചെയ്തത് തനിയാൻ പറ്റിയത്. മനസ്സിലായി? അതായിരിക്കും ഞാൻ ഇത്ര അതിന് വേണ്ടി എഫോർട്ട് ഇട്ടിട്ട്, അല്ലെങ്കിൽ ഞാൻ അതിന് വേണ്ടിയിട്ട് എഴുതിയിട്ട്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ട്രസ്റ്റ് ചെയ്തിട്ട് ആ കാര്യം നടക്കാഞ്ഞത് എന്ന് മാത്രം നിങ്ങൾ വിശ്വസിക്കുക. വിഷമം കാര്യങ്ങളൊക്കെ വരും, പക്ഷേ ഇപ്പോഴത്തെ വിഷമം നാളത്തെ സന്തോഷമായി മാറും എന്ന് തന്നെ വിശ്വസിക്കുന്നു. എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള കുറേ കാര്യങ്ങളാണ്, എൻ്റെ അനുഭവമാണ് ഞാനിപ്പോൾ നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒന്നും വേണ്ട, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അത് ഒരു ജോലിയായിരുന്നു. എന്നുവെച്ചാൽ എനിക്ക് കഷ്ടപ്പെട്ട ആ ഇൻ്റർവ്യൂവിൽ പോയി അറ്റൻഡ് ചെയ്തു, എനിക്കത് കിട്ടും എന്നുള്ളൊരു ഇതായിട്ടൊക്കെ ഇരുന്നു. എനിക്കത് കിട്ടിയില്ല. എൻ്റെ കൂടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതിൻ്റെ കൂട്ടുകാർക്ക് ഇൻ്റർവ്യൂ കിട്ടി. അപ്പം അന്നത്തെ കാലത്ത് എനിക്ക് നല്ല വിഷമമുണ്ടായി, കുറച്ച് ദിവസം ഭയങ്കര സങ്കടം. എനിക്കത് കിട്ടിയെന്നെങ്കിൽ ആ ടൈമിൽ എന്തു പറയാനായിട്ട് എനിക്കവിടെ കുറച്ച് എൻ്റെ സാലറി കാര്യങ്ങൾ അതൊക്കെ എനിക്ക് ആ ടൈമിലുള്ള ബുദ്ധിമുട്ടൊക്കെ എനിക്ക് ഭയങ്കര പിടിച്ചിരിക്കാൻ പറ്റും. ഞാനൊരു സ്കൂളിലെ ജോലിയാണ് ഞാൻ പറയുന്നത്. എൻ്റെ കൂടെ ഞാൻ ഇൻ്റർവ്യൂ നല്ലതായിട്ടാണ് പെർഫോമൻസും കാര്യങ്ങളെല്ലാം ചെയ്തു. പക്ഷേ എനിക്ക് ദൂരത്തിൻ്റെ കാര്യം പറയാം, എൻ്റെ വീട് ആ സ്കൂളോട് കുറച്ച് നല്ല ദൂരം കൂടുതലായിരുന്നു. അപ്പോൾ സ്കൂൾ ബസ് സർവീസ് ഇവർ തരുന്നതുമില്ലായിരുന്നു, അങ്ങനെ എനിക്കത് കിട്ടിയില്ല. പക്ഷേ എന്നോട് വന്ന് കൂട്ടുകാർ ദൈവത്തിനോടൊക്കെ 2 വീലർക്കാരുന്നുണ്ട്. പക്ഷേ 2 വീലർ തന്നെ കൊണ്ടുവച്ചാൽ അവർ ഞാൻ എൻ്റെ റൂട്ടിലാണ്, അപ്പോൾ വരാനും പറ്റത്തില്ല. അങ്ങനെ കാരണം എനിക്ക് ജോലി കിട്ടാതെ പോയി. അപ്പോൾ എനിക്ക് ഭയങ്കര മനപ്രയാസമായിരുന്നു, കാര്യങ്ങളെന്ന് വെച്ചാൽ വലിയ സ്കൂളായിരുന്നു, കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ എനിക്ക് കിട്ടി, വീടിൻ്റെ അടുത്തൊരു കൊച്ചു സ്കൂളിൽ എനിക്ക് ജോലി കിട്ടി. ശമ്പളം വളരെ കുറവായിരുന്നു, 5000 രൂപ അടുപ്പിച്ചുള്ളൂ. പക്ഷെ അത് വെച്ച് എനിക്ക് ഒന്നും പറ്റത്തില്ല. ഞാൻ വെച്ചാൽ 5000 രൂപ സാലറി, പക്ഷേ ബസ് ഫെയർ മാത്രം. ഇപ്പോഴാണ് ബസ് സർവീസൊക്കെ ഫ്രീ ആയത്, അന്ന് ബസ് സർവീസ് ഒന്നും ഫ്രീ ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഈ പൈസ വെച്ച് ഞാൻ എന്ത് ചെയ്യും? ഇത് എനിക്ക് എല്ലാ സ്ഥലത്തും കൂട്ടിമുട്ടിക്കാൻ പോലും പറ്റില്ല. പക്ഷെ ഒരു കാര്യം മാത്രം, വീടിൻ്റെ അടുത്താണ്, എനിക്ക് ബസ് ഫെയറിൻ്റെ ആവശ്യം തരത്തില്ല, കുറച്ച് പിള്ളേരേ ഉള്ളൂ. അപ്പം അതനുസരിച്ച് പിരിച്ചു തരുന്ന ശമ്പളത്തിലാണ് ഞാൻ പറഞ്ഞത്. ഒരു ചെറിയ എൻ്റെ ലൈഫിൽ പല പല കാര്യങ്ങളുണ്ട്, ഒരേ ഒരു കാര്യം മാത്രമേ ഷെയർ ചെയ്യുന്നത്. അങ്ങനെ എല്ലാവരും ജോലിയായില്ലേ, പിന്നെ എൻ്റെ കൂടെ എല്ലാവരും ജൂൺ വന്നിട്ട് സ്കൂൾ തുറക്കുമ്പോൾ പോകുന്നുണ്ട്, ഞാൻ മാത്രം വീട്ടിൽ ഇരിക്കുന്നുള്ള കുറ്റബോധം കാര്യങ്ങൾ. ഞാൻ ആ സ്കൂളിൽ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇതേപോലെ 100% ട്രസ്റ്റ് ചെയ്ത് വിശ്വസിച്ചിരുന്ന എനിക്ക് ഇരുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ ഈ പറയുന്ന മെത്തേഡ് എനിക്ക് വർക്കൗട്ടായില്ല എൻ്റെ ഒരു കാര്യത്തിൽ. അപ്പോൾ ഒരു കാര്യത്തിൽ വർക്കൗട്ടാകാമത്തുള്ള ദേഷ്യവും പറയുന്നത്. അങ്ങനെ എൻ്റെ കൂട്ടുകാരി ആ വലിയ സ്കൂളിലോട്ട് ജോലിക്ക് പോയി.
ഞാൻ എൻ്റെ വീടിനടുത്തുള്ള കൊച്ചു സ്കൂളിലോട്ട് പോയി. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ എനിക്ക് ചെന്ന് അവിടുത്തെ ശ്രീ ടീച്ചറിനെ കണ്ടു. കുഞ്ഞു സ്കൂളായിരുന്നു. എൻ്റെ ക്ലാസ്സിൽ ടോട്ടൽ എനിക്ക് വന്ന കുട്ടികളെന്ന് പറഞ്ഞാൽ മൊത്തം 10 പിള്ളേരെ എനിക്ക് വന്നു. എനിക്ക് 10 പിള്ളേരെ ഉള്ളു പഠിപ്പിക്കാൻ. ഞാൻ വന്നിട്ട് പ്രൈമറിയുടെ KG ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ഒന്നുമില്ല, കുഞ്ഞു സ്കൂള് എന്ന് പറഞ്ഞാൽ കുഞ്ഞു സ്കൂളിൽ കൊച്ചു കൊച്ചു ട്യൂഷനും കാര്യങ്ങളും മാത്രമുണ്ട്. എൻ്റെ വീടിന് കുറച്ച് അടുത്ത് തന്നെയാണ്, ഞാൻ പോയി വരാവുന്ന രീതിയിലായിരുന്നു. അങ്ങനെ ആയിട്ടാണ് ഇരിക്കുന്നത്. സ്കൂളിലോട്ട് ഞാൻ പോയിട്ട് വന്ന് ഈ 5000 രൂപ എനിക്കുണ്ട്, ഞാൻ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഞാൻ കറക്റ്റ് 3:30 തന്നെ എത്തും. 9:30 സ്കൂളിൽ ഉറക്കമാണേറ്റ് എല്ലാം ചെയ്യാനൊക്കെ സമയമുണ്ട്. എല്ലാം ചെയ്ത് ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ അവിടെ ചെന്ന് 1 മാസം സാലറിയൊക്കെ എനിക്ക് കിട്ടുന്നതിന് പകുതി ആയപ്പോഴത്തേക്കുമാണ് എനിക്ക് അവിടുത്തെ വഴി തുറക്കുന്നതാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ മിക്ക കാര്യവും വിശ്വാസത്തോടു കൂടി ചെയ്ത് കഴിഞ്ഞാൽ നടക്കുന്നത്. ഞാൻ വിചാരിക്കാത്ത കാര്യമാണ് ലൈഫിൽ നടന്നത്. എന്ന് വെച്ചാൽ ഞാൻ ആഗ്രഹിച്ച സാധനം എനിക്ക് കിട്ടിയില്ല. ആ ഒരു ദേഷ്യത്തിലാണ് ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ കൂട്ടുകാരെ വിളിച്ചാൽ ജോലിക്ക് പോയി കൂട്ടുകാരെ ഞാൻ വൈകുന്നേരം സംസാരിക്കും. കുഴപ്പമില്ല, സ്കൂളിലൊക്കെ പോയി അവർ ഫോണിൽ സ്റ്റാറ്റസ് കാണുന്നു. എനിക്കൊന്നുമില്ല എഴുതാനൊന്നും. ഞാൻ എന്താ വിഷമിച്ചിരിക്കണം, ശരി സുഖമായിട്ടിരിക്കണം എന്നൊക്കെ ചോദിച്ചു. ഇവിടെ പ്രശ്നമൊന്നുമില്ല, ഇവിടെ അടിപൊളിയാണ്. ഇവിടെ വൈകുന്നേരം 7 മണിക്ക് ഒരു 10 മണി ഞാൻ ചായ കിട്ടിയിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇത് കേട്ടോണ്ടൊക്കെ ഇരിക്കുന്നു. ഞാനിവിടെയാണ് പോകുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞ ദൈവത്തിനൊരു കയ്യൊപ്പ് എന്ന് പറഞ്ഞത് തന്നെയാണ്. 5000 രൂപ സാലറിക്ക് പോയ ഞാനാണ് അവിടുത്തെ വന്ന് എനിക്ക് വന്നൊരു വലിയൊരു മറാക്കിൾ എന്ന് പറയുന്ന കാര്യം. ഞാൻ പഠിപ്പിക്കാൻ പോയ ആ സ്കൂളുകളിൽ വേറെ ഡിവിഷൻസ് ഉണ്ട് ഇവിടെ. എന്ന് വെച്ചാൽ ഞാൻ KG ആണെങ്കിൽ LKG ഉണ്ട്, UKG ഉണ്ട്, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് 5ാം ക്ലാസ് വരെ ഉള്ളൂ. അപ്പം ഇവിടെ ട്യൂഷന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അവിടെ വരുന്ന 2-3 കുട്ടികൾക്കൊന്നും ട്യൂഷൻ അറിയാത്ത, ട്യൂഷനല്ല പഠിക്കാൻ കുറച്ച് ബാക്കിലോട്ടേക്കാണ്. അപ്പോൾ 2-3 പാരൻസ് ടീച്ചർ ട്യൂഷൻ എടുക്കുമെന്നൊക്കെ വന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് ഞാൻ അത്യാവശ്യം ട്യൂഷനൊക്കെ എടുക്കുന്ന ടൈമായിരുന്നു. അപ്പോൾ ഇവർ ട്യൂഷൻ എടുക്കുമല്ലോ പറഞ്ഞോളൂ എന്ന് പറഞ്ഞ്. അപ്പോൾ കൂടുതൽ കുട്ടികളും കുഞ്ഞു കുട്ടികളാണെങ്കിലും ബുദ്ധിമുട്ടില്ല. അപ്പോൾ പറഞ്ഞ് ആ ട്യൂഷന് വേണ്ടിയിട്ട് ചേർക്കാനാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് തന്നെ ഒരു 7-8 കുട്ടികളെ ട്യൂഷൻ കിട്ടി. അപ്പോൾ ട്യൂഷൻ കിട്ടി വീടിൻ്റെ അടുത്തായിട്ട് അവർ വൈകുന്നേരം വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. എനിക്കൊരു കൊച്ചു സന്തോഷം വന്നു തുടങ്ങി. പക്ഷേ ഒരു കുട്ടിയുടെ എനിക്ക് ട്യൂഷൻ ഫീസ് 500 രൂപ കിട്ടത്തുള്ളൂ. എന്നൊക്കെ 1000 രൂപ മിനിമം പറഞ്ഞത് 500 രൂപ ഫീസ്. അപ്പോൾ ഞാൻ വിചാരിച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ 500 രൂപ വെച്ച് 7 കുട്ടിയുടെ നമ്മൾ കുഴപ്പമില്ല, തട്ടിയും മുട്ടിയും പോവാമല്ലോ. അപ്പം 5000 കുറച്ചൊരു ഇൻകം കിട്ടി എന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്ന് 1 മാസം ശമ്പളവും കിട്ടി. ഈ കുട്ടികളൊക്കെ വീട്ടിൽ ട്യൂഷനൊക്കെ വരാൻ തുടങ്ങി. എനിക്ക് സന്തോഷമായിട്ട് എനിക്ക് പഠിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ഈ 7 കുട്ടി എന്നുള്ളത് അല്ലെങ്കിൽ ഒരു 8 കുട്ടിയാകാൻ തുടങ്ങി. പിന്നെ ഒരു 9 കുട്ടിയാകാൻ തുടങ്ങി. ഓരോരോ കുട്ടികൾ ഓരോരുത്തർ അറിഞ്ഞിറങ്ങിയാണെങ്കിൽ എനിക്ക് ട്യൂഷൻ കിട്ടി തുടങ്ങി. അങ്ങനെ ഇപ്പോൾ സ്കൂളിൽ വലിയ എന്ത് ചെയ്യുന്നു, അവിടെ ഞാൻ പ്രൈമറി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ ഈ ആനുവൽ ഡേ വരുമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഡാൻസ് പഠിപ്പിക്കാനായിട്ട് ടീച്ചറില്ല. അപ്പോൾ ഡാൻസിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ടീച്ചർ ഡാൻസ് പഠിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഓരോ ക്ലാസ്സിലും ഓരോ ഐറ്റം ഡാൻസ് ഉണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ജൂണിലാണ് തുടങ്ങണമെങ്കിൽ ഇത് വർഷം അവസാനം വരെയുള്ളൂ. അപ്പോൾ മാസം തോറും ഫീസ് മേടിച്ചാണ് കുട്ടികളെ ഡാൻസ് പഠിക്കണം. ആ ഫീസിൻ്റെ പകുതി സ്കൂളുകാരെടുക്കും, പകുതി ഞാനും എനിക്ക് തരും പഠിപ്പിക്കാൻ ടീച്ചർമാർക്ക്. അങ്ങനെ ഒരു ക്ലാസ് മൊത്തം ഒരു 30 ഐറ്റം ഡാൻസ് ഉണ്ടെങ്കിൽ അവരിപ്പോൾ വാങ്ങിക്കുന്നത് 2000 രൂപ വയ്ക്കും, 1000 രൂപ എനിക്ക് കിട്ടും. മനസ്സിലായോ? ആ രീതിയിൽ. അപ്പം ഞാൻ നോക്കുന്നത് ടോട്ടൽ മാറ്റമാണ്. 5 രൂപയിൽ നിന്ന് ഈ പറഞ്ഞ എൻ്റെ കൂട്ടുകാരിയോട് ഞാൻ പോയ സ്കൂളിൽ പോയപ്പോഴും കിട്ടാത്ത എൻ്റെ സാലറിയുടെ ഇരട്ടി എനിക്കൊന്ന് കിട്ടി അവിടെ നിന്ന്. മനസ്സിലായോ? അപ്പം ഞാൻ കുറച്ചുകൂടി സന്തോഷമായി. എന്നിട്ട് എൻ്റെ കൂടെ ജോലിക്ക് പോയ കൂട്ടുകാരി എന്നെ വിളിച്ചൊരു ദിവസം, ഇവിടെ ഭയങ്കര പ്രശ്നമാണെടി, എനിക്ക് ഇരിക്കാൻ സമ്മതിക്കത്തില്ല. അവിടെ പോകുമ്പോൾ ഈ ക്ലാസ്സിൽ പോകുമ്പോൾ മറ്റേ ക്ലാസ്സിൽ പോകുന്ന പറയും. എനിക്ക് കയറി ഇറങ്ങി സ്റ്റെപ്പ് കയറി ഞാൻ ചത്ത്. ഞാൻ രാവിലെ കഴിക്കുകയും കുടിക്കുകയും ചെയ്യാതെ എടി ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. വരുമ്പോഴത്തേക്കും വൈകിട്ടൊക്കെ ഭയങ്കര ഒരു ഓവർ ഡ്യൂട്ടി, ആ കാര്യങ്ങൾ ബസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ തളർന്നു പോയൊക്കെ എത്തുന്നത്. ഇതൊക്കെ കേട്ടപ്പോൾ ഞാൻ അപ്പോൾ ഞാൻ പോയിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ ഇതിനെക്കാട്ടി മോശമാകുമായിരുന്നു. ഇത് ആലോചിച്ച് നോക്കണം. ഞാൻ നേരത്തെ എനിക്ക് ഇഷ്ടപ്പെടുന്ന സമയത്ത് ഞാൻ പോവുകയാണ്, സമയത്ത് ഇറങ്ങുകയാണ്, ഹാപ്പി ആയിട്ടിരിക്കുന്നു, എൻ്റെ വീട്ടിൽ തന്നെ ഇരിക്കുന്നു, എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ അത് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം നമ്മൾ വിചാരിച്ചതിനെക്കാട്ടി ബെറ്ററായിട്ടായി നമ്മൾ ദൈവത്തിൻ്റെ പ്ലാൻ, ഗോഡിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് ഭയങ്കര സൂപ്പറായിരിക്കും. ഇത് ചെറിയൊരു കാര്യമാണ്. ഇതേപോലത്തെ എടുത്ത് പറഞ്ഞൊരു 100 കാര്യങ്ങൾ എൻ്റെ ലൈഫിലുണ്ടായിരുന്നു. അതുകൊണ്ടിട്ട് മനുഷ്യനെ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. എനിക്കൊരു സംഗതി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കും. എന്ത് കാര്യമാണെങ്കിലും ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ട് ദൈവം നടത്തി തരും എന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ അതിന് എഫേർട്ട് എന്ന് പറയും. സദാസമയം എനിക്കത് കിട്ടണേ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് അത് നല്ലതാണെങ്കിൽ ദൈവം എനിക്ക് തന്നോളും. ഇതാണ് ഞാൻ ചെയ്യുന്ന മെത്തേഡ്. മനസ്സിലായി? എനിക്ക് തന്നോളും.
പിന്നെ ഞാൻ ഇടയ്ക്കൊന്ന് പോയി ദൈവത്തിന് ഓർമ്മിപ്പിക്കുക. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ ആ കാര്യം എനിക്ക് അനുഭവിച്ചാണെങ്കിൽ ഇതിനകത്ത് തന്നേക്കണേ, അതല്ല ദൈവത്തിന് അത് എനിക്ക് വരുമ്പോൾ ഏറ്റവും മോശമാണെങ്കിൽ അത് തന്നേക്കട്ടെ, ഇത്ര മാത്രമേ ഞാൻ പറഞ്ഞു. പക്ഷേ എനിക്കായിട്ടുള്ള കാര്യമാണെങ്കിൽ എന്ത് കാര്യമാണെങ്കിൽ ഒന്നും വേണ്ട, ഒരു ചെറിയ ഒരു നോട്ട്ബുക്കിൻ്റെ കാര്യമാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ബുക്ക് എനിക്ക് കിട്ടാതെ പോയെങ്കിൽ അത് എനിക്ക് വന്നോ, ഇനി ഇന്ന് കിട്ടിയില്ലെങ്കിൽ ഒരു കൈ മറന്നത് കിട്ടുമ്പോൾ ഡബിളായിട്ട് എനിക്ക് കിട്ടുകയും ചെയ്യും. ഒന്നാണ് ആഗ്രഹിച്ചെങ്കിൽ രണ്ടായിട്ട് കിട്ടും. മനസ്സിലായി? എനിക്ക് ഏത് കാര്യം ഡബിളായിട്ട് കിട്ടും. അങ്ങനെ വരുന്നൊരു മെത്തേഡ് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇതിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയിട്ട് എൻ്റെ ഉദാഹരണം വെച്ചാണ് ഞാൻ പറഞ്ഞത്. ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വലിയ എഫോർട്ട് ഇട്ടില്ലെങ്കിലും ചെറുതായിട്ട് മാത്രം ചെയ്യുക. പിന്നെ ഈ ബുക്കിൽ എഴുതുക കാര്യങ്ങൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പം ഞാൻ പണ്ട് പടം വരച്ചു വയ്ക്കും നടന്നതായിട്ടുള്ള രീതിയിൽ. അപ്പം പിന്നെ അതുപോലെ എഴുതുക, ഞാൻ കൂടുതലായിട്ട് പ്രാർത്ഥനയും കാര്യങ്ങളാണ് എഴുതുന്നത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. ഈ പറഞ്ഞ സംഗതി എൻ്റെ ലൈഫിൽ വന്നിട്ടുള്ള കുറച്ച് മാറ്റങ്ങളും ഞാൻ ചെയ്ത് വർക്കൗട്ട് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്